ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കാശി വിളക്ക് വെക്കുന്ന സമയത്തും എൻ്റെ കൂടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഒന്ന് വീതം 3 നേരമൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്നൊന്നും എനിക്കറിയില്ല. രാത്രി കിടക്കാൻ നേരത്ത് ഓടിപ്പോയി പ്രാർത്ഥിച്ച് ഭസ്മൊക്കെ തൊടുന്നത് കാണാം. ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെച്ചതിന് ശേഷം ഇനി ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ട് കേട്ടോ. ഈ കാണുന്ന കോട്ടയാട് കുറേ നാളായിട്ട് പ്ലെയിൻ ആയിട്ട് കിടക്കുമായിരുന്നേ. വീട് പണി നടക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഈ ഒരു കോട്ടയാട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആയിരുന്നേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അന്ന് പ്ലാൻ ചെയ്തിരുന്നു. പിന്നീട് അത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മാറ്റി വെച്ചതാണ്. ഇപ്പം എന്തായാലും ഞങ്ങൾ ഇത് അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. കൂട്ടത്തിൽ എൻ്റെ കാശിക്കൂട്ടനുണ്ട് ഹെൽപ്പ് ചെയ്യാൻ. പിന്നെ എൻ്റെ അനിയനും ഉണ്ട് കേട്ടോ. വലിയ സെറ്റപ്പ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചൊരു ഏരിയ ആയിരുന്നു ഈ ഒരു കോട്ടയാട്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടാണ് അന്ന് നടക്കാതെ പോയത്. എന്തായാലും അത്രയും സെറ്റപ്പിലൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതിന് കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അതിലൊന്ന് നമ്മുടെ ഈ ഒരു ഗ്രാസ് ഷീറ്റ് ആണേ. അല്ലെങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ. അതുകൊണ്ട് എന്താ ഈ ഒരു പരിപാടി ഗംഭീര പരിപാടി ആവുമെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടം അതെൻ്റെ ഈ ഒരു പൂജ റൂം തന്നെയാണ്. റൂമായിട്ടല്ല, നമ്മളത് കോട്ടയാടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഗ്രാസ് ഷീറ്റ് ഒക്കെ ഞങ്ങൾ വിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് എൻ്റെ കയ്യിലുള്ളൊരു സാധനം കുറച്ച് പേബിൾസ് ആണ് കേട്ടോ. കാര്യമായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല, കുറച്ച് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കയ്യിൽ അധികം സാധനങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. ഞാൻ ഇങ്ങനെയുള്ള മേക്ക് ഓവർ പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്ത് കാശിനെ കൂട്ടുന്നത് വേറെ ഒന്നിനുമല്ല, എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ അവരും ഒരു താല്പര്യം തോന്നി തുടങ്ങണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ കാശിക്ക് ഇപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നല്ല ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു മേക്ക് ഓവർ ഞാൻ നാളത്തേക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് മാറ്റി വെച്ചൊരു സംഭവമായിരുന്നു. പക്ഷെ കാശി കണ്ടപ്പം അത് ഇന്ന് തന്നെ ചെയ്യണം നിർബന്ധം പിടിച്ചതാണ്. 2 പീസ് ഷീറ്റ് ആയതുകൊണ്ട് നടുക്കൊരു ലൈൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നടുക്ക് കൂടി ഞാനിതാ ഈ ഒരു പേബിൾസ് ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാശിക്കുട്ടനും തകൃതിയായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാനും കാശി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊന്നും അടിയൊക്കെ കൂടാറുണ്ട് കേട്ടോ. ഇനി അമ്മേൻ്റെ കൂടെ ഒരു കാര്യത്തിനും ഹെൽപ്പ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് അവനൊരു പോക്കങ്ങ് പോയി കേട്ടോ. ഫൈനലി ഞാനിതാ 2 സൈഡിൽ പേബിൾസ് ഒക്കെ വിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നടുക്ക് ഇനി ഒരു ഉരുളിയും കൂടെ അങ്ങോട്ട് വെക്കണം. അപ്പോൾ ഇതാ എൻ്റെ കയ്യിൽ ഒരു ഉരുളി ഇരിപ്പുണ്ടായിരുന്നു. അതിൽ ഞാൻ കുറച്ച് വെള്ളമൊക്കെ നിറച്ച് വെച്ച് അതിൽ ചുറ്റും പേബിൾസ് ഒക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനൊരു താമര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ആർട്ടിഫിഷ്യലാണ്, റെഡ് കളറിലാണ് താമര ഇരിക്കുന്നത്. കുറച്ചും കൂടെ വെള്ളം വേണം തോന്നിയപ്പോൾ ബാക്കി കിണ്ടിയിലിരുന്ന വെള്ളം എടുത്ത് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ എൻ്റെ ഏകദേശം മേക്ക് ഓവർ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. സംഭവം എനിക്ക് നല്ല ഇഷ്ടമായി. കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് ഞാനിത് സെറ്റാക്കി എടുത്തത്. ഫൈനലി എൻ്റെ മേക്ക് ഓവർ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കോട്ടയാടൊക്കെ കാണാൻ കുറച്ച് മൊഞ്ചൊക്കെ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അധികം ചിലവില്ലാതെയാണ് ഞാൻ ഈ ഒരു കോട്ടയാട് സെറ്റാക്കി എടുത്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടോ.